വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വിദ്വേഷം പരത്താൻ ശ്രമം നടക്കുന്ന ഈ കാലത്ത് വത്തിക്കാനിലെ സർവ്വമത സമ്മേളനം നൽകിയ സൗഹാർദ്ദത്തിന്റെ സന്ദേശം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ പാലക്കാട് നടന്ന ആക്രമണം അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നും സാദിഖ് അലി തങ്ങൾ മീഡിയ വണിനോട് പറഞ്ഞു. ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു വിശേഷം പങ്കുവയ്ക്കാനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മീഡിയ വണ്ണപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ വത്തിക്കാൻ സന്ദർശനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കണ്ടു. എന്താണ് അതിനെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു അനുഭവം? ഒരു മാസം മുമ്പാണ് വത്തിക്കാനിലെത്തിയത്. ആ ഓർമ്മകൾ വളരെ സന്തോഷകരമാണ്. ഹൃദയത്തിന് ഒരു അനുഭൂതി പകരുന്ന ഓർമ്മകളാണ് വത്തിക്കാനിലെ 2-3 ദിവസങ്ങളിൽ അവിടെ നമുക്ക് ഉണ്ടായത്. ലോക മത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയത്. അതിന്റെ ഭാഗമായി മാർപ്പാപ്പയും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അദ്ദേഹം ഞങ്ങളോടൊപ്പം 1.5 മണിക്കൂറോളം ഞങ്ങളോടൊപ്പം അദ്ദേഹം ചെലവഴിക്കുകയുണ്ടായി. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെയും അദ്ദേഹം ഏറെ ആദരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇടയ്ക്കിടെ കടന്നു വരികയും ചെയ്തു. ആദ്യം തന്നെ ഞങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുറച്ച് സമയം അദ്ദേഹം കൈ ഞങ്ങൾക്കിങ്ങനെ വിഷ് ചെയ്തുകൊണ്ട് കുറച്ച് നേരം ഒരു 3-4 സെക്കൻഡ് അങ്ങനെ നിൽക്കുകയും ചെയ്തു. വ്യത്യസ്തതകൾക്കിടയിലും നമുക്കൊക്കെ ഒരുമിച്ചിരിക്കണം. ആ ചേർന്നിരിപ്പാണ് ഇന്ന് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത്. ഞങ്ങൾക്ക് നേരിട്ട് തന്നെ അദ്ദേഹത്തിനെ വ്യക്തിപരമായി കാണുകയും പുസ്തകം കൊടുക്കാനായി കൈമാറാനും കഴിഞ്ഞു. അപ്പോൾ ആ ഒരു അനുഭവം കൂടി കൊണ്ടുപോകും. എല്ലാവരും അദ്ദേഹത്തിന് ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് ഇസ്ലാമിക് ആർട്സ് ആൻഡ് ആർക്കിടെക്ചർ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു ഇംഗ്ലീഷ് കൃതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇറ്റാലിയൻ പരിഭാഷ. അദ്ദേഹം ഒരു താല്പര്യപൂർവ്വം തന്നെ ആ പുസ്തകം വാങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ആളുകളുണ്ടാവും അവർക്ക് ഏൽപ്പിക്കുന്നത് കണ്ടു. മറ്റുള്ള നിലവിലെ വർത്തമാന സാഹചര്യത്തിൽ മൂലംബം വിഷയത്തിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് വലിയ സന്ദേശമല്ലേ ശരിക്കും ഈ വത്തിക്കാനിൽ പോകുന്നതും ഇവിടെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പോകുന്നതും കാണുന്നതൊക്കെ? തീർച്ചയായിട്ടും അതൊരു യാദൃച്ഛികതയാണെങ്കിലും അത് സമയത്തിന് ടൈമിങ്ങിലായി എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ഒരു ആത്മവിശ്വാസം പകർന്ന ഒന്നായി. മുനമ്പത്ത് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു. വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചേരിതിരിവിലേക്ക് അത് വന്നപ്പോൾ അതിനെ അങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ. അപ്പോൾ അതിന്റെ ഫലം അതിന്റെ ചർച്ചയായി അവരെ കുടിയൊഴിപ്പിക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാകാൻ പാടില്ല. ഈ വിഷയത്തിൽ സർക്കാർ തീരുമാനിച്ചോട്ടെ. വരാപ്പുഴ അതിരൂപതയുടെ ആ കീഴിലുള്ള 5 ബിഷപ്പ്മാർ അവരോട് ഞങ്ങൾക്ക് കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചു. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, അവിടെ താമസിക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന ഒരു സമീപനത്തും ഞങ്ങളില്ല. മറിച്ച് അവരുടെ ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു തീരുമാനമാണ് വേണ്ടത്. അത് നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. ഈ സന്തോഷത്തിന്റെ വേളയിലാണെങ്കിൽ പോലും തെറ്റായ ചില കാര്യങ്ങൾ പാലക്കാട് നിന്നൊക്കെ കരോൾ ആഘോഷത്തിനെതിരെ ആക്രമണം നടത്തുന്നു, പുൽക്കൂട് തകർക്കുന്നു. കേരളത്തിന്റെ ഒരു പാരമ്പര്യത്തിന് ഇണങ്ങുന്ന അല്ലെങ്കിൽ പതിവുള്ള സാധനമല്ല. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അതൊക്കെ തന്നെ അപലപിക്കപ്പെടേണ്ട സംഗതികളാണ്. ബന്ധങ്ങളുടെ പാലങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ പാലങ്ങൾ, ആ പാലങ്ങളിൽ അതാണ് ആഘോഷിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. ആ പാലങ്ങൾ നമുക്ക് തകർക്കാൻ അനുവദിച്ചുകൂടാ. ഇവിടെ നടന്നത് അത്യന്തം അപലപനീയമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ മലയാളികളോടും ക്രിസ്മസ് ആഘോഷിക്കുന്നതുകൊണ്ട് എന്താണ് പറയാനുള്ളത്? ക്രിസ്മസ് വിഭാവന ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ്. യേശുക്രിസ്തു ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം. മുസ്ലിങ്ങൾ നമ്മുടെ പരിശുദ്ധ ഖുർആൻ തന്നെ ഈസബിന് മറിയം എന്ന് പറഞ്ഞുകൊണ്ട് മറിയമിന്റെ പുത്രൻ ഈസ, അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളെ, അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സാഹോദര്യ ബന്ധത്തെ, സ്നേഹത്തെ വളരെയേറെ പ്രകീർത്തിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ഈസാ നബിനെ മാത്രമല്ല, യേശുക്രിസ്തുവിനെ മാത്രമല്ല, യേശുവിന്റെ മാതാവ് മറിയം ബീവിയെ പോലും പരിശുദ്ധ ഖുർആൻ അവരുടെ പേരിൽ തന്നെ ഒരു സൂക്തമിറക്കി ലോകത്തെ ഏറ്റവും പതിവ്രതയാർന്ന സ്ത്രീ എന്നാണ് പരിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മറിയം ബീവിയെയും ഉണ്ണിയേശുവിനെയൊക്കെ ഓർമ്മിക്കുന്ന ക്രിസ്മസ് അത് എല്ലാ ജനങ്ങളുടെയും ഒരാഘോഷം തന്നെയാണ്. ഈ നല്ല ദിനത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. സൗഹാർദ്ദത്തിന് ദിനങ്ങളാകട്ടെ, ഇത്തരം ആഘോഷങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, മലപ്പുറം.